എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു LED TV ആണ്. ഇത് ലോക്കൽ മെയ്ഡ് ഒരു LED TV ആണ്. ഇതിൻ്റെ മോഡലിനാണ് പേരെന്ന് പറയുന്നത് ടെസ്ലോൺ എന്നാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്ന കസ്റ്റമർ ഇതൊന്ന് അഴിച്ച് പണിയാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിനെ കൊണ്ട് നടന്നില്ല. അങ്ങനെയാണ് എൻ്റെ കൈ കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ വയർ ഒന്നുമില്ല, വയറൊക്കെ അഴിച്ചതിനകത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ശരിയായി കൊടുക്കുമോ എന്നും പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ ഒരു TV എൻ്റെ കൈ കിട്ടുന്നത്. നമുക്കിതെന്താ ശരിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ പാനലിൻ്റെ 2 സൈഡ് പൊട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പാനൽ പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പാനലിൻ്റെ ഏതാണ്ട് ഇതൊക്കെ കണ്ടോ, ഈ സൈഡ് പൊട്ടിച്ചിരിക്കുന്നു, ഇവിടെയും ഈ കോർണറും പൊട്ടിച്ചിട്ടുണ്ട്. മിക്കവാറും പാനൽ പൊട്ടാനാണ് സാധ്യത. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം വിശദമായിട്ട്, എന്താ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ സ്ക്രൂ ആയിട്ട് ഇതിനെ അഴിച്ച് ഇതിൻ്റെ ഈ ബാക്ക് പാനൽ ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻസൈഡ് ഭാഗം. ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഡാമേജസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കമ്പോണൻസുകൾ ബൾജായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ബേണായിട്ടോ ഒന്നും കാണുന്നില്ല. ഇതിനകത്ത് പവർ സപ്ലൈ വയറിലായിരുന്നു. നമുക്കിതൊന്ന് പവർ കൊടുത്ത് നോക്കാം. എന്തായാലും നമുക്ക് പവർ സീരിയൽ കൊടുത്ത് നോക്കാം. ഓക്കെ, ഞാനൊരു പവർ കേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ പവർ കണക്ഷൻ കൊടുത്തു. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ലൈറ്റ് വരുന്നത് ഇവിടെയാണ്. ഈ ഒരു ഇതിലാണ് സ്റ്റാൻഡ് ബൈ ലൈറ്റ് വരുന്നത്. നമ്മൾ സീരിയൽ കൊടുത്തപ്പോഴത്തേക്ക് ആ സീരിയൽ ബൾബ് കത്തുകയും മിന്നുകയും ചെയ്തില്ല. ഈ സ്റ്റാൻഡ് ബൈ ലൈറ്റും കത്തിയിട്ടില്ല. ഓക്കെ, നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇതിനകത്തുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് മോഡലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഗ്രൗണ്ട് വെച്ചിട്ട് ഞാനിപ്പോൾ സെക്കൻഡറി സൈഡാണ് നോക്കുന്നത്. സെക്കൻഡറി സൈഡിൽ വോൾട്ടേജ് വരും. നമുക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട്. 12 വോൾട്ട് വരുന്നില്ല. ഇവിടെ ബാക്ക് ലൈറ്റിൻ്റെ വോൾട്ടേജും വരുന്നില്ല. നമുക്ക് പ്രൈമറി സൈഡിലെ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നോക്കാം. അത് അവിടെയും വോൾട്ടേജ് ഇല്ല. നമുക്കിനി AC മോഡിൽ ഇട്ടിട്ട് നമുക്ക് AC ഇൻപുട്ട് വരുന്നുണ്ടോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ 236 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈ സെക്ഷനാണ് ഇതിൽ കംപ്ലൈൻ്റ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ബോർഡ് അഴിച്ചെടുത്തിട്ട് ഞാൻ പവർ കട്ട് ചെയ്യാണ്. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ബോർഡ് അഴിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷനൊക്കെ ഒന്ന് നോക്കാം. എവിടെയാണ് വോൾട്ടേജ് മിസ്സിങ്, എന്ത് കമ്പോണൻ്റാണ് പോയിരിക്കുന്നത്, അതിന് റെഡിയാക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കാം. ഓക്കെ, TVയുടെ ബോർഡ് അതിനകത്തുനിന്ന് അഴിച്ച് പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്ത് സപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ ഇവിടുത്തെ ഫ്യൂസൊക്കെ നല്ലതാണോ, ഇത് ഈ ഒരു പാർട്ട്, അതായത് സ്വിച്ചിങ്, ഈ ചോപ്പറിൻ്റെ സ്വിച്ചിങ് പാർട്ടൊക്കെ ഓക്കെ ആണോ, ഇതിൻ്റെ അകത്ത് ഷോർട്ടിങ് ഉണ്ടോ, വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഈ പ്രൊട്ടക്ഷൻ ഷീൽഡ് നമുക്കൊന്ന് അഴിച്ച് മാറ്റേണ്ടിയിരിക്കുന്നു. അതായത് ഇത് പവർ സപ്ലൈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ബോഡിയായിട്ട് ടച്ച് ആവാനോ മറ്റൊന്ന് ടച്ച് ആവാനോ പാടില്ല. അതുകൊണ്ടിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യം നമുക്കൊന്ന് അഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്ററിൽ ഇവിടെ നിന്ന്
ഇതാണ് ഫ്യൂസ്. 13.15 ആംപിയറിൻ്റെ ഫ്യൂസാണ്. അതുകൊണ്ട് ഈ കാണുന്ന ഈ ചുമന്ന ഫ്യൂസ് പോയിട്ടുണ്ടോയെന്ന് ആദ്യം ചെക്ക് ചെയ്യാം. മൾട്ടിമീറ്റർ നമുക്ക് ബീപ്പ് മോഡിലിടാം. ബീപ്പ് മോഡിലിട്ടിട്ട് ഇത് ഓപ്പണാണ്. ഈ ഒരു ഫ്യൂസ് ഓപ്പണാണ്. ഇനി ഈ ഫ്യൂസ് ഓപ്പൺ ആവണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഇൻറ്റേർണൽ ഷോർട്ടിങ് ഉണ്ടായിരിക്കും പവർ സപ്ലൈക്കകത്ത്. അപ്പോൾ നമുക്ക് ഈ ആദ്യം കപ്പാസിറ്ററിൻ്റെ നോക്കാം. കപ്പാസിറ്ററിൻ്റെ 2 ലെഗും ഷോർട്ടിങ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നല്ല രീതിയിലുള്ള ഷോർട്ടിങ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഷോർട്ട് ആവാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഈ ഒരു മോസ്ഫെറ്റ്. ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ബേസും ഉണ്ടോ, ഗേറ്റും സോഴ്സും എല്ലാം ഷോർട്ടിങ്ങാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മോസ്ഫെറ്റ്, സ്വിച്ചിങ് മോസ്ഫെറ്റ്, അതിൻ്റെ ഡ്രൈവിങ് ചെയ്യുന്ന ഒരു 6 കാലുള്ള ഒരു IC ഉണ്ടാവും. ഈ ICയും ഈ മോസ്ഫെറ്റും എല്ലാം രണ്ടും മാറ്റി ഈ ഒരു റെക്ടിഫയർ ഡയോഡും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതും മാറണം. അപ്പോൾ ഇതെല്ലാം മാറ്റി ഈ ഒരു പവർ സപ്ലൈ ഫുള്ള് റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഫുള്ളായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂസ് മാറിയിട്ടുണ്ട്. സ്വിച്ചിങ് IC, അതായത് നമ്മുടെ മോസ്ഫെറ്റ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു IC മാറിയിട്ടുണ്ട്. ഈ മോസ്ഫെറ്റും മാറിയിട്ടുണ്ട്. ആദ്യം ഷോർട്ട് കാണിച്ചിരുന്നത് ഈ ഒരു മോസ്ഫെറ്റ് ആയിരുന്നു. ഈ മോസ്ഫെറ്റും പോയിരുന്നു, ഈ ഫ്യൂസും പോയിരുന്നു. അങ്ങനെ ഞാൻ ഇതും ആദ്യം ഈ മോസ്ഫെറ്റും ഈ ഫ്യൂസും മാറിയപ്പോഴത്തേക്കും ഷോർട്ടിങ് മാറി. അതിനുശേഷം ഈ 12 വോൾട്ട് സപ്ലൈ വരുന്നില്ല. അതിനുശേഷം ഈ പ്രൈമറി സൈഡിന് ഇത് വർക്ക് ചെയ്യാനുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ഈ വോൾട്ടേജ് ഇതിനകത്ത് വരുന്ന ഈ ഒരു ഡയോഡ്, അതായത് ഈ പ്രൈമറി സൈഡിലോട്ട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് വരുന്നുണ്ട് ഈ ഒരു കപ്പാസിറ്ററിലോട്ട്. അപ്പോൾ അത് ഈ ഒരു ഡയോഡ് വഴിയാണ് വരുന്നത്. ഈ ഡയോഡിൻ്റെ ഈ ഒരു പോയിന്റിൽ, പോസിറ്റീവ് പോയിന്റിലെ വോൾട്ടേജ് നമ്മൾ അളന്ന് നോക്കുക. ആ അളക്കുന്ന സമയത്ത് ആ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ആയിക്കൊണ്ടേയിരിക്കും. അതായത് കൂടിയൊരു 19 വോൾട്ടും പിന്നെ അതൊരു 9 വോൾട്ടിലോട്ട് വരും. ചിലപ്പോൾ 10 വോൾട്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ഒരു കൃത്യതയില്ലാതെ അതൊരു ഫ്ലക്ച്വേഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ആ സമയത്ത് ഉറപ്പിച്ചോണം ഈ ഒരു ഡ്രൈവിംഗ് IC കംപ്ലൈൻ്റ് ആണ്. ഈ ഡ്രൈവിംഗ് ICയും കൂടെ മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഫുള്ള് സർക്യൂട്ട് ഓക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സ്വിച്ചിങ്ങിൽ വരുന്ന ഈ റെസിസ്റ്റൻസിൻ്റെയൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ മിക്കതിലും ഈ റെസിസ്റ്റൻസൊക്കെ കത്തിപ്പോയിട്ടായിരിക്കും വരുന്നത്. ഇതിലങ്ങനെ കത്തിപ്പോയിട്ടൊന്നുമില്ല. ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10K റെസിസ്റ്റൻസാണ്. ഇത് ഒരു 200 ഓംസ്, 20 ഓംസ്, 68 ഓംസ്, 100 ഓംസ്, 10 ഓംസിൻ്റെയൊക്കെ റെസിസ്റ്റൻസുകളാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് ഒരു ഡയോഡ് ഇട്ടേക്കും. ആ ഡയോഡ് എല്ലാം ഓക്കെയാണ്. ഇതെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഇത് ചെക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത് നമുക്ക് ഓൺ ചെയ്തിട്ടേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷനായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ഈ ഒരു ഇതും മാറിയായിരുന്നു. അതെന്ന് പറയുന്നത് അതിൻ്റെ ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഞാനിവിടെ മാറിയിരിക്കുന്നത്. ഇത് മോസ്ഫെറ്റ്, ഇത് സ്വിച്ചിങ് IC, ഇത് നമ്മുടെ ഇവിടെ വരുന്ന ഇതെല്ലാം സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് എടുത്തിട്ട സാധനങ്ങളാണ്, അല്ലാതെ പുതിയതൊന്നും അല്ല. പഴയ സ്ക്രാപ്പ് ബോർഡുകൾ, ഇത് കണക്കുള്ള ഒരുപാട് ബോർഡുകൾ വരും. അങ്ങനെയുള്ള ബോർഡുകളിൽ നിന്ന് ഇളക്കിയിട്ട സാധനങ്ങൾ. ഇനി നമുക്കിതൊന്ന് ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ വോൾട്ടേജ് എല്ലാം സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. 12 വോൾട്ട് വരുന്നുണ്ട്. എല്ലാം സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്കതൊന്ന് കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നേരിട്ട് ഡയറക്റ്റ് പവറിലല്ല കൊടുക്കുന്നത്, സീരിയലായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സീരിയൽ ബൾബ് കത്തിയിട്ട് അങ്ങ് അണഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ട് പിന്നെ DC വോൾട്ടേജ് മോഡിലിട്ടിട്ട് നമുക്ക് പിന്നെ സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് നോക്കാം. ഇതിലിപ്പോൾ 11 വോൾട്ട് വരുന്നുണ്ട്. ഞാൻ നെഗറ്റീവിലും ഓക്കെ. ഇനി നമുക്ക് പിന്നെ അതായത് ബാക്ക് ലൈറ്റിൻ്റെ സപ്ലൈ നോക്കാം. ബാക്ക് ലൈറ്റിൻ്റെ സപ്ലൈ 18 വോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് സെക്ഷൻ മുഴുവനും പവറില്ലായിരുന്നത് മുഴുവനും ഓണായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് ആ TV-ലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഓൺ ചെയ്ത് നോക്കാം ഡിസ്പ്ലേ പോയിട്ടുണ്ടോ പൊട്ടിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ.
അപ്പോൾ ആദ്യം നമുക്കതൊന്ന് നോക്കാം. തിരിച്ച് അതേ കണക്ക് തന്നെ അതെല്ലാം ഇപ്പോൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് സീരിയലില്ല, ഡയറക്റ്റ് സ്വിച്ചിലാണ് സപ്ലൈയിലാണ് കൊടുക്കുന്നത്. കാര്യം സീരിയൽ കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ഓൺ ആകുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ആവുകയും നമ്മുടെ സെറ്റ് ഓഫായി പോവുകയും ചെയ്യും. അതുകൊണ്ടിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്വിച്ചിൽ സപ്ലൈ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പച്ച കത്തി ഓണായിട്ടുണ്ട്. ഇവിടെ ബാക്ക് ലൈറ്റും വന്നിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇതിൽ കാണാം, ഈ ഹോളിൽ കാണാം ബാക്ക് ലൈറ്റ് കത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ നോക്കാം. ഡിസ്പ്ലേ മൊത്തം ചങ്ങ എല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ ഇനി ഇതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. നമുക്ക് നമ്മുടെ സർവീസ് ചെയ്തതും അതും വെറുതെയായി. നമ്മൾ ബോർഡ് നമുക്ക് വേറെ എന്തിനും ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ആ ഡിസ്പ്ലേന് ബോഡി സകലതും പൊട്ടിപ്പോയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഇതുപോലുള്ള സർവീസുകൾ എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും ഇതൊരു ഫെയിൽഡ് വർക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.